ശ്രീ ടി.എസ്. ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടി.എസ്. ശ്യാംകുമാർ, ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിന് നേതൃത്വം നൽകിയത് അധ്യാപകരാണ് എന്നത് കേരളം തലകുനിച്ച് നിൽക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 23-കാരനായ ഒരുപാട് സ്വപ്നങ്ങളുള്ള കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ കലാലയങ്ങളിൽ സംഭവിക്കുന്നത്? രജനിയാസ് ആനന്ദ് മുതൽ ജിഷ്ണു പ്രണോയ്, സിദ്ധാർത്ഥ്, അമ്മു സജീവ്, ഇപ്പോൾ അവിടെ ഒരു പേര് കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? നമുക്ക് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അത്ഭുതങ്ങൾക്കും അവകാശമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, കേരളം പുരോഗമനപരമായ കേരളമാണ്, ജാതിയില്ല കേരളമാണ്, ജാതിയെല്ലാം നശിച്ചു പോയിരിക്കുന്നു, ഇപ്പോൾ നമ്പർ 1 കേരളമാണ് എന്നൊക്കെ തന്നെ പൊതുവെ പറയാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങൾ, ഇപ്പൊ സിദ്ധാർത്ഥിന്റെ മരണം തന്നെ നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചത്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അറിയാം, കേരളത്തില് മരണം ഉണ്ടാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ജാതി പീഡനങ്ങൾ, ജാതി അവഹേളനങ്ങൾ, അപമാനങ്ങൾ, ഹിംസകളൊക്കെ തന്നെ നിരന്തരം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഞ്ചരക്കണ്ടിയില് നമ്മൾ സംഭവം വളരെ വിശദമായിട്ട് പരിശോധിച്ചാൽ അറിയാം. പ്രത്യേകിച്ച് മരണപ്പെട്ടതെന്നല്ല പറയേണ്ടതാണ്, ഇത് കൊലപാതകമാണ്. ആ കുട്ടിയുടെ കുടുംബത്തിലുള്ളവർ തന്നെ പറഞ്ഞല്ലോ, വിദ്യാർത്ഥിയുടെ കുടുംബത്തിലുള്ളവർ തന്നെ പറഞ്ഞ വിവരമെന്ന് പറഞ്ഞാൽ അത് കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു. ആ കുട്ടിയെ ഇനി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തെള്ളിയിട്ടതാണോ എന്ന് സംശയിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആ ആരോപണം വളരെ വിശദമായി പരിശോധിക്കേണ്ടതാണ്. കാരണം അധ്യാപകർ തന്നെ പറഞ്ഞത് എന്താണ്, കയ്യും കാലും തല്ലി ഒടിക്കൂ എന്ന് പറയുന്ന അധ്യാപകരുള്ളൊരു കോളേജ് എന്തൊരു കോളേജാണ്? അവർ അധ്യാപകരല്ല, ഇവർ ഗുണ്ടകളല്ലേ? സത്യത്തിൽ ഇത് അഞ്ചരക്കണ്ടി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഗുണ്ടാരാജ് നിലനിൽക്കുന്ന സ്ഥലമാണോ? ഒന്ന് ആലോചിച്ചു. ഒരു കുട്ടിയുടെ കയ്യും കാലും തല്ലി ഒടിക്കൂ എന്ന് പറയുന്ന അധ്യാപകര് നിലനിൽക്കുന്ന ഒരു കോളേജ് ഇത് ഗുണ്ടാരാജാണ്, അല്ലാതെ അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നില്ല. ഒരു ജനാധിപത്യം ഇല്ലാത്ത അസൽ ഗുണ്ടാരാജായിട്ട് ഈ പറയുന്ന അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് നിലനിർത്തുന്നു. HOD ആയിട്ടുള്ള റാം, അതുപോലെ തന്നെ സംഗീത നമ്പ്യാർ, ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന സസ്പെൻഷൻ അല്ല വേണ്ടത്, അവരെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് ഗവൺമെന്റ് കടക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ ജാതി അധിക്ഷേപത്തെ സംബന്ധിച്ച്, ജാതി വിവേചനത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നവരാണ് ജാതി വിറ്റ് ജീവിക്കുന്നത്, അവരാണ് ജാതിക്ക വിറ്റ് ജീവിക്കുന്നവരാണ് എന്നൊക്കെ പൊതുവെയുള്ള ഒരു ആക്ഷേപമുണ്ട്. പക്ഷെ ഇപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ജാതി വിറ്റ് ജീവിക്കുന്നതെന്ന് ഈ സംഭവം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നിരന്തരം കേരളത്തിൽ നടക്കുന്ന ഈ സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത് എന്താണ്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ആ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉള്ള ആ അധ്യാപക പ്രാതിനിധ്യം പരിശോധിച്ചാൽ അറിയാം, വലിയ രീതിയിൽ വരേണ്യ വിഭാഗക്കാരാൽ നിയന്ത്രിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഇതെല്ലാം തന്നെ. അവിടെയൊക്കെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ അധ്യാപക തസ്തികയിൽ നിന്ന് സമ്പൂർണ്ണമായി തമസ്കരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, കേരളത്തിൽ. അപ്പൊ അത്രമേൽ പുരോഗമനപരമൊന്നും അല്ല കേരളം. അപ്പൊ ഇത് നിതിൻ രാജിന്റെ ഒരു സംഭവം വെച്ചുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഇത് തുടർച്ചയായ ഒരു പ്രതിഭാസം മാത്രമാണ്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ തുടർച്ചയായി നടക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതും ലജ്ജയോടുകൂടി നമ്മൾ കരുതേണ്ട ഒരു കാര്യം, ലജ്ജയോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കുട്ടി ഈ കുടുംബത്തിലുള്ളവർ തന്നെ പരാതി കൊടുത്തു എന്ന് പറയുന്നു, പക്ഷെ സ്ഥാപന മേധാവി പറഞ്ഞു ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും വിരുദ്ധ ധ്രുവങ്ങളിലാണ് ഈ സംഭവങ്ങൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു പരാതി ലഭിച്ചിട്ട് പോലും ഒരു അന്വേഷണം ഉണ്ടാകാത്തത്? സ്റ്റാഫ് റൂമിൽ തന്നെ കുട്ടികളെ വിളിച്ച് മനുസ്മൃതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ദണ്ഡന മുറകൾ, ചോദ്യമുറകളൊക്കെ തന്നെ നടക്കുക. സ്റ്റാഫ് റൂമിൽ കുട്ടികളെ ചോദ്യം ചെയ്യുക, ഏത് രീതിയിൽ? ഒരു ഗുണ്ടാരാജ് പോലെ ചോദ്യം ചെയ്യുക, അപമാനിക്കുക. നിതിൻ രാജിന്റെ ശബ്ദരേഖയിൽ തന്നെ പറയുന്നുണ്ടല്ലോ അധ്യാപകർ അപമാനിച്ചതിനെ പറ്റി. അപ്പൊ ഇതൊരു അധ്യാപകർക്ക് ചേർന്ന പ്രവണത. അധ്യാപകരല്ല ഇവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ഇവരെ അധ്യാപകരായിട്ട് കാണേണ്ടതേ ഇല്ല.
ഇവർ ഒരു ഗുണ്ടാരാജ് പോലെ ഡെന്റൽ കോളേജിനെ നടത്തിക്കൊണ്ടു പോരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം. ഇപ്പൊ ഇവര് ഭരണഘടനയെ അപമാനിക്കുന്നു, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്നു, യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ വ്യവസ്ഥയെ തന്നെ സമ്പൂർണ്ണമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഗുണ്ടാരാജായിട്ട് ഡെന്റൽ കോളേജ് നിലനിർത്തുകയാണെന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉയർന്നു വരരുത് എന്ന് പറയുന്ന ഒരു വളരെ വ്യക്തമായ ഒരു ജാതി ഹിംസ ഈ പറയുന്ന കേരളം മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കണ്ണൂർ ഡെന്റൽ കോളേജിലെ അധികാരികൾ, പ്രത്യേകിച്ച് ഈ റാമു അതുപോലെ തന്നെ സംഗീത നമ്പ്യാരെയും പോലെയുള്ള ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ ഇതിന്റെ ശ്രീ ശ്യാംകുമാർ നോക്കൂ, ഇവിടെ ഇപ്പോ സ്പെല്ലിംഗ് ചോദിച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ അപമാനിച്ചു, പുഴുത്ത പട്ടി എന്ന് വിളിച്ച് അപമാനിച്ചു. അങ്ങനെ നിരവധി സംഭവങ്ങൾ എടുത്തു പറയാൻ തന്നെ ആ വിദ്യാർത്ഥി അനുഭവിച്ച നിരവധി സംഭവങ്ങൾ ബന്ധുക്കൾ പറയുന്നു, ശബ്ദ സംഭാഷണമായി തന്നെ നമുക്ക് മുന്നിലൊക്കെയുണ്ട്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംവരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഉന്നത വിഭാഗത്തിലെ പിന്നാക്കക്കാർക്ക് വരെ സംവരണം എത്തുന്ന സാഹചര്യം വന്നിട്ട് പോലും സംവരണം കിട്ടി വരുന്നവരോട് എന്താണ് സമീപനം എന്നതുകൂടി ഈ സംഭവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. മെറിറ്റ് ഉള്ളവരുടെ അവകാശങ്ങൾ നശിപ്പിക്കുന്ന വിഭാഗമായിട്ടാണ് അവരെ കാണുന്നത്. അവർക്ക് അവരുടെ സാമ്പത്തികം ചോദ്യം ചെയ്യപ്പെടുന്നു, നിറം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതൊക്കെ ആ കുട്ടി അനുഭവിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിനുള്ള പോംവഴി എന്ന ഒരു ചോദ്യമില്ലേ? ഇവിടെ ഒരു അധ്യാപകനിൽ ഇങ്ങനെ ഒരു മോശം പ്രവണത ഉണ്ടായാൽ അത് തിരുത്തപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ സ്ഥാപനത്തിലെ മുഴുവൻ അധ്യാപകരും ഇതിനെ കണ്ണടച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം മൊത്തം സമൂഹത്തിന് എന്ന ഒരു നില വരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു മൊത്തം സമൂഹത്തിന്, പ്രത്യേകിച്ച് ജാതി എന്ന് പറഞ്ഞൊരു വ്യവസ്ഥാക്രമമാണല്ലോ. അതുകൊണ്ടൊരു റാമിനെ ഒരു സംഗീത നമ്പ്യാരെയോ ശിക്ഷിക്കപ്പെട്ടാലൊന്നും ഈ വ്യവസ്ഥ മാറത്തില്ല. വ്യവസ്ഥ അടിസ്ഥാനപരമായിട്ട് തിരുത്തപ്പെടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഇവിടെ സംവരണം കിട്ടി വരുന്നു എന്ന് പറഞ്ഞല്ലോ. സംവരണം കിട്ടി വരുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കിയ ദളിതര് മാത്രമല്ല, മെറിറ്റിൽ വരുന്ന ദളിത് വിദ്യാർത്ഥികളുണ്ട്, സംവരണത്തിൽ വരുന്നവരും ഉണ്ട്. ഇപ്പം മെറിറ്റിന്റെ വിഷയം പരിശോധിച്ചാൽ തന്നെ അറിയാം, EWS സംവരണത്തിലൂടെ നായന്മാരും മറ്റും ധാരാളമായിട്ട് വരുന്നില്ലേ? ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ, മെഡിസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ പറയുന്ന രീതിയിൽ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് SC/ST വിഭാഗത്തെക്കാളും വളരെ മാർക്ക് കുറഞ്ഞ ആളുകൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ മേടിച്ചില്ലേ? ആരും പാലം തകർന്നു പോകുന്ന ആരും വിലപിച്ചില്ലല്ലോ. നേരത്തെ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംവരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, ജോലിയിലേക്കോ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്കോ പ്രവേശിച്ചാൽ ഉടൻ തന്നെ പറയുന്ന പാലം തകർന്നു പോകും, ചികിത്സയിൽ ആളുകൾ മരിച്ചു പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ SC/ST വിഭാഗത്തെക്കാളും മാർക്ക് കുറഞ്ഞ ആളുകൾ, നായർ വിഭാഗത്തിലും മറ്റുമുള്ള ആളുകൾ EWS സംവരണത്തിലൂടെ, സവർണ സംവരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആരും പാലം തകർന്നു പോകുന്നെന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ മെറിറ്റ് അല്ല പ്രശ്നം, സംവരണമല്ല പ്രശ്നം. സംവരണത്തിലൂടെയാണെങ്കിലും മെറിറ്റിലൂടെയാണെങ്കിലും ദളിതരും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന വംശീയ വെറിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരളത്തിൽ ഉൾപ്പെടെയുള്ള, ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സവർണ വരേണ്യ വിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് നിസ്സാരമായ കാര്യമല്ല. ഇത് കേവലം സംവരണത്തിന്റെ പ്രശ്നമല്ല, ഇത് ജാതി ഹിംസയുടെ പ്രശ്നമാണ്, വംശീയ വെറിയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായും എന്തായാലും ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള പരാതികൾ ഒക്കെ പോകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം, സിദ്ധാർത്ഥിന്റെ മരണം സംഭവിക്കുമ്പോൾ അവിടെ ഒരു കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുന്ന നിലയിൽ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നുവെങ്കിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയും എന്നതാണ്. ഇവിടെ അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിനി ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എങ്ങനെയാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇനി കരുതേണ്ടത്? അധ്യാപകർ തന്നെ ഇത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന കാര്യം കൂടുതൽ കൂടുതൽ വ്യക്തമാകുമ്പോൾ അവിടെ എന്ത് തിരുത്തലാണ് വേണ്ടത്? ശ്രീ ശ്യാംകുമാർ, കേൾക്കാമോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ സംഭവമാണ്. നീതി കിട്ടും വരെ പിന്നോട്ടില്ല എന്നതാണ് ആ കുടുംബം പറയുന്നത്. ഇതിൽ ഏതറ്റം വരെയും നിയമ നടപടികളുമായി പോകും എന്ന്
നിതിൻ്റെ കുടുംബം പറയുന്നു. കൂടുതൽ അന്വേഷണം ഉണ്ടാകണം. ഇതൊരു ആത്മഹത്യ എന്ന നിലയിലല്ല, മരണത്തിലേക്ക് തള്ളിവിട്ടതാണ്, കൊലപാതകത്തിന് തുല്യമാണ്. ആ നിലയിൽ ഉള്ള അന്വേഷണം വേണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് വിഷയമുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.